നമസ്തേ. മനുസ്മൃതിയിലെ 8-ാം അധ്യായം ദണ്ഡനീതിയെക്കുറിച്ചുള്ളതാണ്. ദണ്ഡനീതി എന്ന് പറഞ്ഞാൽ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ശിക്ഷിക്കണം, എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്. അതായത് രാജാവിനുള്ള നിർദ്ദേശങ്ങളാണ് വാസ്തവത്തിൽ അതിനകത്തുള്ളത്. രാജാവ് ഏതൊക്കെ രീതിയിൽ ഈ തെറ്റ് ചെയ്യുന്ന പ്രജകളെ ശിക്ഷിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ടോപ്പിക്. ആ അധ്യായത്തിലെ വിഷയം അതാണ്. 12 അധ്യായങ്ങളാണ് മനുസ്മൃതിയിലുള്ളത്. 8-ാമത്തെ അധ്യായം ഏറ്റവും നീളം കൂടിയ അധ്യായവും ഇത് തന്നെയാണ്. ഇങ്ങനെ ആ ശിക്ഷ മാത്രമല്ല, നികുതി ഈടാക്കുന്ന കാര്യങ്ങളും എല്ലാം അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ രാജാവിൻ്റെ കർത്തവ്യങ്ങളെക്കുറിച്ചാണ് 8-ാം അധ്യായം പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൽ ഒരു വളരെ ശ്രദ്ധാർഹമായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. അതാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഒരു ശിക്ഷ ഒരു സാധാരണക്കാരന് ഒരു തെറ്റിന് ഒരു ശിക്ഷ നൽകിയാൽ, ഒരു കാർഷാപണം എന്നാണ് പറയുന്നത്. അത് അന്നത്തെ ഒരു നാണ്യ വ്യവസ്ഥയിലെ ഒരു തുകയാണ്. ഒരു കാർഷാപണമാണ് സാമാന്യ ജനങ്ങൾ, അതായത് ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു വ്യക്തിക്ക് നൽകുന്നതെങ്കിൽ, അതേ തെറ്റ് രാജാവ് ചെയ്താൽ 1000 കാർഷാപണം അദ്ദേഹത്തെ ശിക്ഷിക്കണം എന്നാണ് ഇതിൽ മനുസ്മൃതിയിൽ 8:336 ശ്ലോകമാണ് അതിനകത്ത് ഈ നിഷ്കർഷ വെച്ചിട്ടുള്ളത്. അപ്പോൾ എത്ര നീതിബോധം മനു അവിടെ പ്രകടിപ്പിക്കുന്നു എന്ന് നാം കാണണം. ഇന്നാണെങ്കിലോ, ഇന്ന് എന്തെല്ലാം നിയമ വയലേഷൻസ്, നിയമങ്ങളെ ഏതെല്ലാം രീതിയിൽ ഭരിക്കുന്നവരും അവരുടെ കൂട്ടാളിയും അവരുടെ പാർട്ടിക്കാരും ലംഘിക്കുന്നുണ്ട്. അതിനൊന്നും ശിക്ഷയില്ല. അവർ തെറ്റ് ചെയ്താലും അത് പോലീസ് നിയമപാലകരെല്ലാം കണ്ണടക്കുകയാണ്. അവരെ അങ്ങനെ ശിക്ഷിക്കാൻ പറ്റത്തില്ല. നേതാവെന്ന് പറഞ്ഞ ഒരു ലോക്കൽ സെക്രട്ടറി ആയാലും അവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പേടിയാണ്, ഉദ്യോഗസ്ഥർക്ക് പേടിയാണ്. എന്ന് വെച്ചാൽ അവന് സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് ഇരിക്കാൻ പറ്റത്തില്ല. പേടിയില്ലാതെ വരണമെന്നുണ്ടെങ്കിൽ എന്ത് വന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ നിയമത്തോടാണ് എനിക്ക് ഇത് ഉത്തരവാദിത്വമുള്ളത്, ലോയൽറ്റി ഉള്ളത് നിയമത്തോടാണ്, ഈ വ്യക്തികളോടല്ല, അധികാര സ്ഥാനങ്ങളോടല്ല. എൻ്റെ മേലുദ്യോഗസ്ഥനും തെറ്റ് ചെയ്യാൻ എന്നോട് പറഞ്ഞു ഞാൻ ചെയ്യത്തില്ല എന്നുള്ളൊരു ബോധം, ഉന്നതമായ ബോധമുള്ള വ്യക്തികൾക്ക് യഥാർത്ഥത്തിൽ നിയമം നടപ്പിലാക്കാൻ അർഹതയുള്ളൂ. അവർക്കേ അത് നടപ്പിലാക്കാനും പറ്റുകയുള്ളൂ. അതാണ് ഇന്നത്തെ സ്ഥിതി. ഈ ഒരു ക്യാമറ റോഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ, എന്തെങ്കിലും ഈ ഇവരുടെയൊക്കെ വാഹനങ്ങളൊക്കെ അതിൽ ട്രാഫിക് നിയമലംഘനത്തിന് ഈ മന്ത്രിമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ വാഹനം അതിൽ പെടുന്നുണ്ട്. അതുപോലെ തന്നെ അമിത വേഗത്തിന് സ്ഥിരം ഇവർ കുറ്റവാളികളാകുന്നതാണ്. അപ്പം അതിനൊന്നും അവർ ശിക്ഷിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അത് അങ്ങനെ പുറത്ത് വരുന്നില്ല. അതിനൊക്കെ പൈസ അവർ പിഴ ഒടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടോ. പക്ഷെ സാധാരണക്കാരൻ എന്തെങ്കിലും ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ ഉടനെ തന്നെ ഇത്ര രൂപ പിഴയുണ്ട്, അത് കൊടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അവനെ തലക്കടിച്ച് വീഴ്ത്തുന്ന ഒരു പരിപാടി, അല്ലെങ്കിൽ ലാത്തി കൊണ്ട് എറിഞ്ഞ് വീഴ്ത്തുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടി നേരത്തെ ഇവിടെ നടന്നിട്ടുണ്ട്. അതുപോട്ടെ, ഇവിടെ അത് ഇന്നത്തെ കാലത്ത് ക്രിസ്തുവിന് ശേഷം 21-ാം നൂറ്റാണ്ടിൽ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിന് മുൻപ് 10-ാം നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ 15-ാം നൂറ്റാണ്ടിലോ ഒക്കെ എഴുതപ്പെട്ട ഗ്രന്ഥത്തിലെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. ഇതാണ് കാർഷാപണം ഭവേ ദണ്ഡ്യോ എത്ര അന്യഹ പ്രാകൃതോ ജനഹ. എവിടെ, അതായത് ഏതൊക്കെ കേസുകളിലാണോ പ്രാകൃതരായ ജനങ്ങൾ, എന്നുവെച്ചാൽ ഏറ്റവും താഴെക്കിടയിലുള്ള ജനങ്ങൾ, ഒരു വ്യക്തി എത്ര ഒരു കാർഷാപണം ശിക്ഷിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ ആ നിയമം അനുസരിച്ച് ഒരു കാർഷാപണമാണ് അയാൾക്കുള്ള ശിക്ഷയെങ്കിൽ, തത്ര രാജാ ഭവേദണ്ഡ്യഃ, രാജാവ് അവിടെ ശിക്ഷിക്കപ്പെടേണ്ടത് സഹസ്രമിതി ധാരണ, 1000 കാർഷാപണമാണെന്നാണ് ചരിക്കേണ്ടത് എന്നാണ് പറയപ്പെട്ടിട്ടുള്ളത് എന്നാണ് നിഷ്കർഷ. ഇതാണ് മനു പറയുന്നത്. അത് 8:336 ശ്ലോകമാണ്. ഈ മനുസ്മൃതിയെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു സംക്ഷിപ്തമായിട്ട് ഇതിൻ്റെ ഒരു
പ്രധാനപ്പെട്ട ശ്ലോകങ്ങളൊക്കെ ചേർത്ത് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് ആമസോൺ ബുക്സിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഒരിക്കൽ കൂടി ഈ കമൻറ്റ് ബോക്സിൽ നൽകാം. താല്പര്യമുള്ളവർ വാങ്ങിച്ച് വായിക്കുക. ഇതുപോലുള്ള പല പല എത്രയോ ശ്ലോകങ്ങൾ അതിനകത്ത് കാണാം. അപ്പം നമ്മളുടെ പൈതൃകത്തിൻ്റെ ശക്തിയും നമുക്കതിൽ ദർശിക്കാം. നന്ദി, നമസ്കാരം.